ഫ്രണ്ട്സ് എല്ലാവർക്കും R4 റിയാക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷം 2026 ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. 2026 സിനിമകളുടെ നല്ലൊരു വർഷമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി വൈകിയാണ് ഇത് ഇടുന്നത്. ടോപ്പ് 10 ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ഐ റാങ്ക്ഡ്. ഞാൻ പേഴ്സണലായിട്ട് റാങ്ക് ചെയ്യുന്ന 10 സിനിമകളാണ്. ഈ റാങ്ക് ചെയ്ത് നിൽക്കുന്ന ചില സിനിമകൾ ഇവനെന്തിനാണ് ഈ സ്ഥാനത്ത് വെച്ചിരിക്കണം എന്നൊക്കെ ആലോചിക്കും. ഇത് എൻ്റെ പേഴ്സണലായിട്ട് റാങ്ക് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഈ റാങ്ക് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ നിങ്ങളെ പേഴ്സണൽ ഒപ്പീനിയൻ എത്രാമത്തെ പൊസിഷനിൽ വരുന്നു താഴത്തുനിന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ 10th പൊസിഷനിൽ ഞാൻ ചെയ്യുന്നത് ബോളിവുഡ് സിനിമയായിട്ടുള്ള കിങ് എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ SRK ആണ് അത് നായകൻ. ദീപിക പദുകോണൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല. ഇതിന്റെ മ്യൂസിക് സൈഡ് അനിരുദ്ധ എന്ന് തോന്നുന്നു. അതിന്റെ ഫസ്റ്റത്തെ ടൈറ്റിൽ റിവ്യൂല് ഷാറുഖ് ഖാന്റെ മ്യൂസിക് ഇട്ടാണത് പാടിയിരിക്കുന്നത്. അനിരുദ്ധാണല്ലോ. മ്യൂസിക് സൈഡ് അനിരുദ്ധാണ് സാധ്യത. എനിക്ക് അനിരുദ്ധിന്റെ മ്യൂസിക്കുള്ള സിനിമ, ബോളിവുഡ് സിനിമകളൊക്കെ ഇഷ്ടമാണ്. ജവാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ പുള്ളിയൊരു വ്യത്യസ്തമായിട്ടുള്ള ലുക്കാണ് എനിക്ക് ഈ സിനിമയിൽ കാണുന്നത്. ഇത്തിരി സ്വാഗും സ്റ്റൈലും ഫാൻസുകാർക്ക് വേണ്ടി ഒരു മാസ് കിടിലൻ ലുക്കായിട്ടാണ് ചെയ്യുന്നത്. ന്യൂ ഷാറുഖ് ഖാൻ നമ്മൾ ജവാനിൽ ഇന്റർവൽ പഞ്ചില് ആ അച്ഛൻ്റെ ലുക്കില്ലേ, അതേ സെയിം ടൈപ്പ് ഇത്തിരി കൂടി സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു രണ്ടാമതൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറെ പേര് തന്നെ ട്രോൾ ഇട്ടുണ്ടായിരുന്നു, മൗണ്ടൻ ഡ്യൂ ആണെന്നൊക്കെ പറഞ്ഞ്. എന്നാലും പുള്ളിയുടെ സ്വാഗ് കാണാൻ വാക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കിങ് 10th പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. എക്സൈറ്റഡ് ഫോർ ദ മൂവി. 9ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഹാഷിറും ടീമും വരുന്ന വാഴ സെക്കൻഡ് പാർട്ടാണ്. അത് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം വാഴ ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരുന്നു. ഇത് എൻഡ് ചെയ്യുന്നത് ഹാഷിർ ടീമിൻ്റെ ഒരു കോൺവെർസേഷനോട് കൂടിയാണ്. അതിനൊരു പാട്ടും കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയിരുന്നു. ട്രെയിലർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. April 2 ആണല്ലോ. ദൃശ്യം തമ്മിൽ ഫ്ലാഷാണ്. അപ്പോൾ എന്താവും അറിയില്ല, പക്ഷേ രസമായിരിക്കും കാണാനായിട്ട്. ആ പാട്ടൊക്കെ നല്ല രസമുണ്ട്, നല്ല ചെടിയെന്ന് പറഞ്ഞ. അപ്പോൾ 9th സ്ഥാനത്ത് ചെയ്യുന്നത് വാഴ 2. പിന്നെ 8th പൊസിഷനിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ തമിഴ് സിനിമയായിട്ടുള്ള തലൈവറിന്റെ ജയിലർ 2 തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും മിക്കവരും അധികം എക്സൈറ്റഡ് ആവാത്ത അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ലിസ്റ്റിൽ വെക്കാത്തൊരു സിനിമയാണ് ജയിലർ 2. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ രജനീകാന്ത് ഫാനാണ്. പിന്നെ ഇതിന്റെ കാസ്റ്റിലെ കുറച്ച് റൂമറൊക്കെ വരുന്നുണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ ഉണ്ട്, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ടിലുണ്ടായ വർമ്മന്റെ ഒക്കെ ഫ്ലാഷ് ബാക്ക് സീൻസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു മൾട്ടി സ്റ്റാർ നമ്മളെ ലാലേട്ടനൊക്കെ ഉള്ള ഒരു സിനിമയാണല്ലോ. ഫസ്റ്റ് പാർട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതേ ടെംപ്ലേറ്റ് തന്നെ സെക്കൻഡ് പാർട്ടിലും പിടിച്ചു കഴിഞ്ഞാൽ ഇതിനും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. എനിക്ക് വളരെയധികം എക്സൈറ്റഡ് ആണ് ആ സിനിമ, കാരണം ഞാൻ ഫാനാണ്. 7th പൊസിഷനിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും കൂടി 10 വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്ന പേട്രിയോട്ട് എന്ന സിനിമയാണ്. ഇതിന്റെ എന്താണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് സിനിമയിൽ. പിന്നെ ടീസർ എനിക്ക് ഈ സിനിമ മാസമായിട്ടില്ല, മാസും ക്ലാസും തമ്മിൽ ചേർത്തിരിക്കുന്ന ടൈപ്പ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് തോന്നി ടീസർ കണ്ടപ്പോൾ. അപ്പോൾ ഈ മമ്മൂക്കനെ, ലാലേട്ടനെ, മഹേഷ് നാരായണ ഇങ്ങനെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. പിന്നെ കുഞ്ചാവോനുണ്ട്. അതോടെ തന്നെ ഫഹദ് ഫാസിലാണ് വില്ലനെന്ന് പുള്ളി തന്നെ കൺഫേം ചെയ്തു. രേവതി, നയൻതാര എല്ലാവരും ഉണ്ട്. ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും സുഷിൻ ശ്യാമാണ്. അപ്പോൾ പറയണ്ടല്ലോ, സൂപ്പർ ആയിരിക്കും പടം. തിയേറ്ററിലോട്ട് ഞാൻ 7th പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ ദൃശ്യം 2 ആണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുള്ളത് എന്താണ് 6th പൊസിഷനിൽ വെച്ചിരിക്കുന്നത്? കാരണം ഇത് കഴിഞ്ഞ് വമ്പൻ സിനിമകളാണ്. കാരണം എന്താ വെച്ചാൽ ടോപ്പ് 10 ഇന്ത്യൻ മൂവീസ് ആണ് റാങ്ക് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഞാൻ മെയിനായിട്ടുള്ള വലിയ വലിയ ആക്ടേഴ്സിന്റെ സിനിമകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്ന സിനിമകൾ. അപ്പോൾ ദൃശ്യത്തിന് സെക്കൻഡ് പാർട്ട് നമ്മുടെ ഡയറക്റ്റഡ് ആയിട്ടുള്ള ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാമിലി മൂവിയാണ്. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പുള്ളീനെ വിശ്വസിക്കാൻ പറ്റില്ല. തേർഡ് പാർട്ടിന് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും ഇനി അതിലൂടെ ഫോർത്തിലൂടെ ലീഡ് ചെയ്യുമെന്നും ഒന്നും അറിയാൻ പാടില്ല. പിന്നെ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഷാജി പാപ്പൻ പിള്ളേരുടെ ആട് 2 എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാനത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ട്രെയിലറും കൂടി ഒന്ന് നോക്കിയപ്പോൾ കാണാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി എന്താണ് ടൈം മെഷീൻ പരിപാടി. ടൈം മെഷീൻ അല്ല, ടൈം ട്രാവൽ സംഭവമാണ് ഇതിനകത്ത് അവർ പിടിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ കോമഡി സിനിമയാണല്ലോ, അപ്പോൾ നമുക്ക് ചിരിക്കാനായിട്ടുണ്ടാവും. എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ അതിനും വലിയ ഇഷ്ടം. ഫസ്റ്റ് പാർട്ട് എൻ്റെ അറിവിൽ വെച്ച് നോക്കിയപ്പോൾ നമ്മളെല്ലാവരും ടി വിയിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഫേമസ് ആയത്. അതിനു മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പായിരുന്നു പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട് ഫ്രാഞ്ചൈസ്. ഇത് ശരിക്കും ആട് 2 ലാസ്റ്റ് റൈഡിൻ്റെ പാർട്ട് 1 ആണ്. ഇനിയും പാർട്ട് 2 വന്നിട്ടുണ്ട്. എന്തോ പാലം പണിയണതിൻ്റെ എന്തോ സംഭവം ഉദ്ദേശിച്ചിട്ടാണ് സിനിമയുടെ പോട്ട് പോകുന്നത്. നൈസായിരിക്കും. ഇനി 4th പൊസിഷനിൽ വരുന്നത് നമ്മുടെ നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് സിനിമയായിട്ടുള്ള രാമായണം എന്ന സിനിമയാണ്. യഷ് രാവണനായിട്ട് വരുന്നത്, രൺബീർ കപൂർ രാമന്, സീതയായിട്ട് വരുന്നത് സായി പല്ലവിയാണ്. പിന്നെ സണ്ണി ഡിയോളൊക്കെ ഉണ്ട് ഹനുമാനായിട്ട്. വലിയൊരു കാസ്റ്റ് അടങ്ങുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസ് സിമ്മറും AR റഹ്മാനും ആണ് മ്യൂസിക്. നമ്മൾ ഇതുവരെ വിചാരിക്കാത്തൊരു കൊളാബറേഷനാണ്. എനിക്ക് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവനും കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഹാൻസ് സിമ്മറും, മ്യൂസിക് സൈഡ് മുഴുവനും AR റഹ്മാനായിരിക്കും പാട്ടുകൾ. ഐ ആം എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. പാട്ടിൻ്റെ ഇത് സിനിമയുടെ VFX ഒക്കെ നെഗറ്റീവാണ്. അടിപൊളിയായിരിക്കും VFX സൈഡ്. നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഇതേ സെയിം സിനിമ കണ്ടതാണ് ആദ്യ പുരുഷ. അതിനെക്കാട്ടും ഫാർ ബെറ്റർ ആയിരിക്കും. മ്യൂസിക്കിൻ്റെ സൈഡായാലും പ്രൊഡക്ഷൻ ആയാലും VFX ആയാലും മൊത്തം ടോപ്പ് ക്ലാസ് പടമാണ്. അപ്പോൾ ഞാൻ 4ാം സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒഡീസി എന്ന് പറയുന്ന സിനിമയാണ്. ഇത് ഞാൻ IMAX-ൽ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന സിനിമയാണ്. ഇതുവരെ നോളൻ്റെ പടം തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഇത് ക്രിസ്റ്റഫർ നോളൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഹിസ്റ്റോറിക്കൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ടേൺസ് ഒന്നും ഉണ്ടാവില്ല, മനസ്സിലാക്കാൻ സിമ്പിളായിരിക്കും തോന്നുന്നു. ഇത് പിന്നെ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് IMAX-ൻ്റെ ക്യാമറ കൊണ്ടാണ്. ഒഫീഷ്യൽ ക്യാമറ ആണ്, അല്ലാണ്ട് IMAX ഡിജിറ്റൽ ക്യാമറ അല്ല. ടോട്ടലി IMAX ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുള്ളും ഫ്ലാറ്റ് റേഷ്യോയിലായിരിക്കും വരാൻ സാധ്യത. അതിനകത്ത് ടോം ഹോളണ്ട് ഉണ്ട്, കുറേ കാസ്റ്റ് ആൻഡ് ക്രൂ സെൻഡായ ഉണ്ട്. പ്രോമിസിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള ഒരൊറ്റ പേര് മതിയല്ലോ നമുക്ക് ആ സിനിമ കയറാനായിട്ട്. അപ്പോൾ 3ാം സ്ഥാനത്ത് വെച്ച് ഓഡിസിയാണ്, IMAX-ൽ പോയി കാണണമെന്നുണ്ട്. 2ാം സ്ഥാനത്ത് വരുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ്. ഞാൻ സ്പൈഡർമാൻ്റെ ഫാനാണ്. അതാണ് സെക്കൻഡ് സ്ഥാനത്ത് വെക്കാൻ കാരണം. പിന്നെ സ്പൈഡർമാൻ്റെ ഒരു പുതിയ ടൈപ്പ് കാണാൻ പറ്റും ഇതിനകത്ത്. പഴയ ഇറങ്ങിയ 3 പാട്ടുകൾ പോലെയല്ല, പുള്ളിയുടെ പുതിയൊരു ജേണിയാണ് ഇതിനകത്ത് കാണാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ജാക്കി ചാൻ്റെ ടീം വാങ്ങുന്നുണ്ട്. ഇത് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സംഭവങ്ങളായിരുന്നു. പിന്നെ മിസ്റ്റീരിയോ അല്ലല്ലോ, കുറെ വില്ലന്മാർ വരുന്നുണ്ട്. സിനിസ്റ്റർ 6 ഒക്കെ വരുമോയെന്ന് എനിക്കറിയില്ല. കുറെ വില്ലന്മാർ വരുന്നുണ്ട്. എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. പിന്നെ ഈ സീരീസ് സിങ്ക് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒന്നും അറിയാൻ പാടില്ല. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. സ്യൂട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സ്പൈഡർമാൻ ആണ് ഞാൻ സെക്കൻഡ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത് ബ്രാൻഡോടെ. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണ്. ലാസ്റ്റ് സിനിമ 2019 ഇറങ്ങുന്നത് അവഞ്ചേഴ്സ് ഫ്രാഞ്ചൈസിൻ്റെ എൻഡിങ്. അത് കഴിഞ്ഞതോടുകൂടി പിന്നെ മാർവലിൻ്റെ സിനിമകളെല്ലാം വളരെ മോശമാണ്. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് വക്കാണ്ട ഫോർ എവറും, കണ്ടതിൽ നല്ലത് വെച്ച് വക്കാണ്ട ഫോർ എവറും പിന്നെ ഇതുമായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. പിന്നെ സ്പൈഡർമാൻ നോ വേ ഹോം. അത് പിന്നെ
ആൻഡ്രൂ ഗാർഫീൽഡും ടോബി മക്വയറും ഉള്ളതുകൊണ്ട് മാത്രമാണ് സിനിമ നല്ല രീതിയിൽ പോയത്. അപ്പോൾ ഡൂംസ്ഡേ ഒരു നല്ല സിനിമയായിരിക്കും. പിന്നെ റോബർട്ട് ഡൗണി ജൂനിയർ വരുന്നുണ്ട്, സ്റ്റീവ് റോജേഴ്സ് തിരിച്ചു വരുന്നുണ്ട്, എക്സ്മെനിന്റെ ടീം വരുന്നുണ്ട്. പിന്നെ ആകെയില്ലാത്ത നമ്മുടെ ചാഡ്വിക് ബോസ്മാനാണ്. പിന്നെ ആരൊക്കെയാ, കുറെ പേര് വരുന്ന ഒരു വലിയൊരു സിനിമയാണ് ഡൂംസ്ഡേ. നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയർ മരിച്ചത് ഹീറോ ആണെങ്കിൽ ജനിച്ചു വന്നത് വില്ലനായിട്ടാണെന്നൊക്കെ പറയണ പോലെ ഡോക്ടർ ഡൂമാൻ എന്ത് തോന്നുന്നു മാർവൽ ഫ്രാഞ്ചൈസിലെ ഏറ്റവും വലിയ തനസിനെക്കാട്ടും വലിയ വില്ലനാണെന്ന് തോന്നുന്നു ഡോക്ടർ ഡൂ. ഇത് ഭയങ്കര പവർഫുൾ ആണ്. എന്താവെന്ന് അറിയില്ല, അവൻ ജസ്റ്റ് ജയിക്കുമോ ഇല്ലയോ. അവന് ഓരോ ഗ്ലിംസ് കാണിക്കുമല്ലോ, നമ്മൾ സ്റ്റീവ് റോജേഴ്സ്, പിന്നെ രണ്ടാമത് തോർ, പിന്നെ സൈക്ലോപ്സ്, പിന്നെ വക്കാണ്ടറ ടീം, അങ്ങനെ ഓരോരുത്തരെ കാണിക്കുമ്പോൾ അതിന്റെ എൻഡ് പോർഷനിൽ കൗണ്ട് ഡൗൺ വെക്കും. അത് വെക്കുന്നത് നമ്മുടെ ഹൈപ്പ് കൂടി വരാന്ന് പറയില്ലേ, മാർവൽ ഫാൻസിന് മനസ്സിലാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാർവൽ ഫാൻ ആവുന്നത് സ്പൈഡർമാൻ മൂവി, മിക്കവരും അങ്ങനെയാണ് സാധ്യത കൂടുതൽ. പിന്നെ അയൺമാൻ 3യിലാണ് ഞാൻ ആദ്യം കാണുന്നത്. ഫസ്റ്റ് സെക്കൻഡില് തേർഡിലോട്ട് ഞാൻ സ്റ്റാർട്ട്, പിന്നെ ബാക്കോട്ട് പോയി. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. അതിനകത്ത് ക്ലൈമാക്സിൽ കാണണമെന്ന് തോന്നണ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അതുകൊണ്ട് തന്നെ ഓഡിസിയാണ്. വിഷ്വലി പരിപാടികൾ സൂപ്പറായിരിക്കും രണ്ട് സിനിമകളും. പിന്നെ ഈ വർഷം തന്നെ എൻഡ് ഗെയിം റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ മിസ്സായി പോയ പടമാണ്, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള 10 സിനിമകളുടെ ലിസ്റ്റ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ എത്രാമത്തെ സ്ഥാനത്ത് വെക്കും? ഞാൻ പറയാത്ത ഏതെങ്കിലും വലിയ സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.